വൈസ് ചാൻസലർ നിർണയത്തിന് സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വീണ്ടും പ്രകോപന നടപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ഗവർണറെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. തന്റെ ജോലി ചെയ്യുന്നത് ആർക്കും തടയാനാകില്ലെന്ന് ഗവർണർ പ്രതികരിച്ചു. കേരള, MG, ഫിഷറീസ്, അഗ്രികൾച്ചർ, KTU, മലയാളം സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടിയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ UGCയുടെയും ചാൻസലറുടെയും നോമിനികളാണുള്ളത്. നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികൾ ഇല്ല. സ്വന്തം നിലയ്ക്ക് VC നിയമനത്തിനാണ് ഗവർണറുടെ നീക്കം. ഇതിനെ വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തി. സർക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ നിയമപരമായിട്ടുള്ള സാധുത പരിശോധിക്കും. ഇപ്പോൾ പുതിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ UGC റെഗുലേഷൻ 2018 റെഗുലേഷൻ വളരെ അയവാർന്ന രീതിയിലാണ് ഈ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സമിതിയെ, സെർച്ച് കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള വശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരും. ചാൻസലർക്ക് സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ടു പോകാൻ അവകാശമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. ABVP ആയതിനാൽ മാത്രം ചിലരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നുവെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തോട് ഗവർണർ പ്രതികരിക്കാൻ തയ്യാറായില്ല. So if they are not doing their duty, that should not stop me from doing my duty. My duty is this, that I have waited for long period of time. I have constituted the committee. Now I am not going to speculate. I have done my duty. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടെ ഇനി നിയമപരമായി മുന്നോട്ടു പോകുക എന്നതാണ് സർവകലാശാലകളുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.